കൊല്ലം ഡിഇഒയുടെ ഒഴിവിലേക്ക് നിയമനം നടത്താത്തതിൽ പ്രതിഷേധിച്ച് കെഎസ്യു കൊല്ലം അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉപരോധിച്ചു. കെഎസ്യു കൊല്ലം അസംബ്ലി പ്രസിഡന്റ് കെ ശ്രീകൃഷ്ണ സമരത്തിന് നേതൃത്വം നൽകി. ഡിഇഒയുടെ അഭാവം മൂലം പാഠപുസ്തക വിതരണം അവതാളത്തിലാവുകയും എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ ശമ്പളം, ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമൂലം പ്രതിസന്ധിയിലാവുകയുമാണെന്ന് കെ ശ്രീകൃഷ്ണ പറഞ്ഞു. കുറേ മാസങ്ങളായി ഡിഇഒയുടെ ഒഴിവിലേക്ക് പുതിയ ആളെ നിയമിച്ചിട്ടില്ല. നിലവിലെ ഡിഇഒ റിട്ടയർഡ് ആയതിനു ശേഷം ഇതേവരെ ഡിഇഒയുടെ ഒഴിവിലേക്ക് നിയമനം നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല. ഇതുമൂലം പല എയ്ഡഡ് മേഖലയിലെ അധ്യാപകരടക്കം അവരുടെ ശമ്പളം അടക്കം പ്രതിസന്ധിയിലാണ്. പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എത്രയും വേഗം ഡിഇഒയുടെ ഒഴിവിലേക്ക് പുതിയ ആളെ നിയമിക്കണമെന്നാണ് കെഎസ്യുവിൻ്റെ ആവശ്യം. തിരുവനന്തപുരം കണ്ടല ഫാർമസി കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കോളേജ് അധികൃതരെ ഗേറ്റിൽ തടഞ്ഞു. സെമസ്റ്റർ ഫീസിനൊപ്പം യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പണപ്പിരിവ് നടത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. സെമസ്റ്റർ ഫീസിന് പുറമെ 1500 രൂപ വീതം സ്റ്റേഷനറി ഫീസായി അടയ്ക്കാത്ത 32 കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരുന്നു. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥികൾ സംഘടിച്ച് കോളേജിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ ഉപരോധം ആരംഭിച്ചത്. തുടർന്ന് കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ജൂലൈ 2-ന് അടിയന്തര PTA മീറ്റിംഗ് വിളിക്കാമെന്ന ധാരണയിലാണ് ഉപരോധം അവസാനിച്ചത്. കോളേജിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. പിന്നെ ഫസ്റ്റ് സെമ്മിന് ഞങ്ങൾക്ക് 4 യൂണിവേഴ്സിറ്റി പേപ്പേഴ്സാണ് ഉള്ളത്. പഠിപ്പിക്കാനാണെങ്കിൽ 4 ടീച്ചേഴ്സ് ഉണ്ട്, ശരിയാണ്. പക്ഷെ അവർ റെഗുലറായിട്ട് ക്ലാസ് വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. ക്ലാസ്സിൽ വരും, അവരല്ല ക്യാബിനിലിരിക്കും. ഞങ്ങളുടെ ക്ലാസ് കയറാറില്ല, പഠിപ്പിക്കാറില്ല, നോട്ട് തരാറില്ല. ഞങ്ങളെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടും മാർക്ക് കുറയുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്ലി വന്ന് ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? പഠിപ്പിക്കാൻ ആരും ഇല്ല പഠിപ്പിക്കാൻ. ഞങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് അറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുത്ത കോഴ്സാണ്, ഞങ്ങൾ ലൈഫാണ് ഞങ്ങളിവിടെ സമർപ്പിക്കുന്നത് ഇവർക്ക് വേണ്ടി. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇനിയും 60,000 രൂപ കൊടുക്കേണ്ടി വരും, എന്നിട്ട് വാങ്ങിച്ചോളാനാണ് പറഞ്ഞത്. ടോയ്ലറ്റ് ഇല്ല, ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് വൃത്തിയില്ല, ടോയ്ലറ്റിനകത്ത് വെള്ളമില്ല, ഒരു പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നുമില്ല. സിക്ക് റൂം ആണെങ്കിൽ കോളേജിൻ്റെ ടോപ്പ്, അവിടെ ഒന്നുമില്ല. കുട്ടികളെ ബോഡി ഷേമിങ്, ഞങ്ങൾ മെൻ്റലിയൊക്കെ ഞങ്ങൾ പറയുന്നത് ഒരുപാട് രീതിക്ക് ഞങ്ങൾ പറയണം. ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾ പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ ഞങ്ങൾ വെറുതെ പൈസ കൊണ്ടടച്ച് ചുമ്മാ വന്നിരിക്കുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ എമൗണ്ട് ഓരോ ദിവസം ഡൊണേഷൻ എന്ന് പറഞ്ഞു വാങ്ങിക്കും. തൃശൂർ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അഴിമതിക്കെതിരെ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റി മാർച്ച് നടത്തി. മുൻ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഞ്ചേരി ചിറയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു. സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കുന്ന പ്രവർത്തനമാണ് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചെയ്യുന്നതെന്ന് ഗോപകുമാർ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമായ ലുലു IT ട്വിൻ ടവർ നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. നാടിന്റെ വികസനത്തിന് സർക്കാർ